നമസ്കാരം. പ്രധാന വാർത്തകൾ. പി.ജെ. കുര്യനെ CPM-ലേക്ക് ക്ഷണിച്ച് മന്ത്രി സജി ചെറിയാൻ. കോൺഗ്രസ് വിട്ട് പുരോഗമന നിലപാടുകൾക്കൊപ്പം നിൽക്കാൻ കഴിയും. മുതിർന്ന കോൺഗ്രസ് നേതാവ് പി.ജെ. കുര്യനെ പരോക്ഷമായി ഇടതുപക്ഷത്തേക്ക് ക്ഷണിച്ച് മന്ത്രി സജി ചെറിയാൻ. പി.ജെ. കുര്യനെ കോൺഗ്രസ് വിട്ട് പുരോഗമന നിലപാടുകൾക്കൊപ്പം നിൽക്കാൻ കഴിയുമെന്ന് സജി ചെറിയാൻ പറഞ്ഞു. വർഗീയതയ്ക്കെതിരെ പോരാട്ടത്തിൽ പി.ജെ. കുര്യൻ ഇനിയും സംഭാവനകൾ നൽകാൻ കഴിയുമെന്നും ആത്മാഭിമാനമുള്ള ഒരാൾക്കും കോൺഗ്രസിൽ തുടരാൻ കഴിയാത്ത സാഹചര്യമാണുള്ളതെന്നും സജി ചെറിയാൻ പറഞ്ഞു. ഉമ്മൻചാണ്ടി എന്റെ ഗുരു. RSSനെയും CPM-നെയും ആശയപരമായി എതിർക്കുന്നു രാഹുൽ ഗാന്ധി. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഓർമ്മയായിട്ട് ഇന്ന് 2 വർഷം. KPCCയുടെ നേതൃത്വത്തിൽ പുതുപ്പള്ളിയിൽ നടന്ന അനുസ്മരണ പരിപാടിയിൽ ഉമ്മൻചാണ്ടി സ്മൃതി സംഗമം ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉദ്ഘാടനം ചെയ്തു. ഉമ്മൻചാണ്ടി വ്യക്തി മാത്രമല്ല, കേരള രാഷ്ട്രീയത്തിന്റെ ആവിഷ്കാരമാണെന്ന് രാഹുൽ ഗാന്ധി അനുസ്മരിച്ചു. പല അർത്ഥത്തിലും ഉമ്മൻചാണ്ടി എന്റെ ഗുരുവാണ്. കേരളത്തിലെ പലർക്കും ഉമ്മൻചാണ്ടി അങ്ങനെയാണ്. അദ്ദേഹം കാട്ടിത്തന്ന വഴിയിലൂടെയാണ് നടക്കുന്നത്. ജനങ്ങളുടെ വികാരങ്ങൾ മനസ്സിലാക്കി അവർക്കായി ചിന്തിച്ച നേതാവായിരുന്നു ഉമ്മൻചാണ്ടിയെന്നും അദ്ദേഹം വ്യക്തമാക്കി. തിരുവനന്തപുരത്ത് സ്കൂളിൽ നിന്ന് ഉച്ചഭക്ഷണം കഴിച്ച 25 വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധ. കിഴക്കേനല LP സ്കൂളിൽ ഭക്ഷ്യവിഷബാധ. കുട്ടികളെ പാരിപ്പള്ളി സർക്കാർ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചു. 30ഓളം കുട്ടികൾക്കാണ് സ്കൂളിലെ ഉച്ചഭക്ഷണ ശേഷം അസ്വസ്ഥതയുണ്ടായത്. ചോറിനൊപ്പം കുട്ടികൾക്ക് ചിക്കൻ കറിയും വിളമ്പിയിരുന്നു. ഇതിൽ നിന്നാകാം ഭക്ഷ്യവിഷബാധയേറ്റതാണ് പ്രാഥമിക നിഗമനം. 2 കുട്ടികൾ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. നാവായിക്കുളം വെട്ടിയാർ സ്വദേശികളായ 8 വയസ്സുള്ള ചിരഞ്ജീവി, കിഴക്കേനല സ്വദേശി 6 വയസ്സുള്ള വജസ് വിനോദ് എന്നിവരാണ് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്നത്. മിഥുന്റെ വീട്ടിലെത്തി ആശ്വസിപ്പിച്ച മന്ത്രി ചിഞ്ചുറാണി. തേവലക്കര സ്കൂളിൽ വെച്ച് ഷോക്കേറ്റ് മരിച്ച വിദ്യാർത്ഥി മിഥുന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ച മന്ത്രി ചിഞ്ചുറാണി. രാവിലെയാണ് മന്ത്രി മിഥുന്റെ വീട്ടിലെത്തിയത്. തുടർന്ന് മിഥുന്റെ അമ്മൂമ്മ അടക്കമുള്ളവരെ ആശ്വസിപ്പിച്ചു. ഈ കുടുംബത്തിന്റെ ദുഃഖത്തിൽ താനും പങ്കുചേരുകയാണ്. മിഥുന്റെ അമ്മ വിദേശത്താണ്. നാളെ എത്തുമെന്നാണ് അറിയുന്നത്. മിഥുന്റെ കുടുംബത്തിന് സർക്കാർ സാധ്യമായ എല്ലാ സഹായവും ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു. മിഥുൻ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ നേരത്തെ നടത്തിയ പ്രസ്താവനയിൽ മന്ത്രി ജെ ചിഞ്ചുറാണി ഖേദം പ്രകടിപ്പിച്ചു. ആ പ്രസ്താവന തെറ്റായിപ്പോയി, ഒഴിവാക്കാമായിരുന്നുവെന്നും ചിഞ്ചുറാണി പറഞ്ഞു. ആധാർ കൈവശമില്ലാത്തതിനാൽ 6 വയസ്സുകാരന് ചികിത്സ നിഷേധിച്ചതായി പരാതി. പാലക്കാട് ഒഴലപ്പതിയിൽ ആധാർ കാർഡ് കൈവശമില്ലാത്തതിനാൽ 6 വയസ്സുകാരന് ചികിത്സ നിഷേധിച്ചതായി പരാതി. വടകരപ്പതി പഞ്ചായത്ത് കിണർപ്പള്ളം സ്വദേശി ജോസഫാണ് കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാർക്കെതിരെ പരാതി നൽകിയത്. ആധാർ കാർഡ് കയ്യിലില്ലെന്നും പിന്നീട് എത്തിക്കാമെന്ന് പറഞ്ഞെങ്കിലും അതില്ലാതെ OP എടുക്കാൻ കഴിയില്ലെന്ന് പറയുകയായിരുന്നുവെന്ന് കുടുംബ പരാതിയിൽ പറയുന്നു. എന്നാൽ ആധാർ കാർഡ് ഇല്ലാത്തതുകൊണ്ട് OP ടിക്കറ്റ് നൽകാതിരിക്കുകയോ ചികിത്സ നൽകാതിരിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് ആശുപത്രി അധികൃതരും പറഞ്ഞു. ടെക്സ്റ്റൈൽസ് കടയുടമയും കടയിലെ മാനേജരായ യുവതിയെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കൊല്ലം ജില്ലയിലെ ആയൂരിലാണ് സംഭവം. ടെക്സ്റ്റൈൽ ഷോപ്പ് ഉടമ കോഴിക്കോട് സ്വദേശി അലി, പള്ളിക്കൽ സ്വദേശി ദിവ്യ എന്നിവരാണ് മരിച്ചത്. കടയിലെ മാനേജറാണ് ദിവ്യ. വിവരമറിഞ്ഞ ചടയമംഗലം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം തുടങ്ങി. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി. VC-യുമായി അഭിപ്രായ ഐക്യത്തിലെത്തി. സിൻഡിക്കേറ്റ് വിളിക്കാനും തീരുമാനം. കേരള തർക്കത്തിൽ VC-യുമായി അഭിപ്രായ ഐക്യത്തിലെത്തിയെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പ്രശ്നപരിഹാരത്തിനായി സിൻഡിക്കേറ്റ് വിളിക്കാനും തീരുമാനമായി. സിൻഡിക്കേറ്റിന് മുമ്പായി സമവായ ചർച്ചകൾ ഉണ്ടാകുമെന്നും മന്ത്രി സൂചിപ്പിച്ചു. തർക്കത്തിൽ പരിഹാരം വേണമെന്ന് VC-യും ആവശ്യപ്പെട്ടു. അതിനാൽ സിൻഡിക്കേറ്റ് വിളിക്കുന്നതിൽ VC തയ്യാറാകുകയും ചെയ്തു. സിൻഡിക്കേറ്റ് യോഗത്തിൽ ഏത് രജിസ്ട്രാർ പങ്കെടുക്കുമെന്ന് അപ്പോൾ അറിയാമെന്നും അത് മുൻകൂട്ടി വിളിച്ചു പറയേണ്ട ആവശ്യമില്ലെന്നും മന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കനത്ത മഴയെ തുടർന്ന് റെഡ് അലർട്ട്. 2 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെയും കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കണ്ണൂർ ജില്ലയിലെ ട്യൂഷൻ സെന്ററുകൾ, മതപഠന സ്ഥാപനങ്ങൾ, സ്പെഷ്യൽ ക്ലാസുകൾ എന്നിവയ്ക്ക് അവധി ബാധകമായിരിക്കുമെന്നും കളക്ടർ അറിയിച്ചു. കാസർഗോഡ് ജില്ലയിൽ കനത്ത മഴ തുടരുകയും പ്രധാന നദികൾ കരകവിഞ്ഞ് ഒഴുകുകയും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ജനസുരക്ഷയെ മുൻനിർത്തി ജൂലൈ 19-ന് ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. തിരുവനന്തപുരത്ത് ധാന്യം പൊടിക്കുന്ന യന്ത്രത്തിൽ ഷാൾ കുരുങ്ങി ജീവനക്കാരി മരിച്ചു. കാരേറ്റ പുളിമാത്ത സ്വദേശി ബീനയാണ് മരിച്ചത്. 44 വയസ്സായിരുന്നു. വെഞ്ഞാറമൂട്ടിലാണ് സംഭവം. ജോലി ചെയ്യുന്നതിനിടെ ഷാൾ മെഷീനിൽ കുരുങ്ങുകയായിരുന്നു. തല ശരീരത്തിൽ നിന്ന് വേർപെട്ടു പോയി. സംഭവം നടക്കുമ്പോൾ കൂടെ 2 ജീവനക്കാരും ഉണ്ടായിരുന്നു. മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവം. തേവലക്കര സ്കൂൾ പ്രഥമാധ്യാപികയ്ക്ക് സസ്പെൻഷൻ. സുജിയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഹൈസ്കൂൾ മാനേജറാണ് ഉത്തരവ് പുറത്തിറക്കിയത്. സ്കൂളിൽ കുട്ടികൾക്ക് സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിൽ പ്രധാനാധ്യാപിക വീഴ്ച വരുത്തിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സസ്പെൻഷൻ. സീനിയർ അധ്യാപികയായ G മോളിക്കായിരിക്കും ഇനി HM ചുമതല ഉണ്ടായിരിക്കുക.